IIMകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളിൽ മാനേജ്മെൻറ്റ് പഠനത്തിനുള്ള പ്രവേശന പരീക്ഷയാണ് CAT എന്നറിയപ്പെടുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. മാനേജ്മെൻറ്റ് പഠന മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ശ്രദ്ധേയമായ സ്ഥാപനങ്ങളാണ് IIMകൾ. ഇന്ത്യയിലെ വിവിധ IIMകളായ അഹമ്മദാബാദ്, അമൃത്സർ, ബാംഗ്ലൂർ, ബോധ്ഗയ, കൊൽക്കത്ത, ഇൻഡോർ, ജമ്മു, കാശിപൂർ, കോഴിക്കോട്, ലക്നൗ, മുംബൈ, നാഗ്പൂർ, റായ്പൂർ, റാഞ്ചി, റോത്തക്, സംബാൽപൂർ, ഷില്ലോങ്, സിർമോർ, തിരുച്ചിറപ്പള്ളി, ഉദയ്പൂർ, വിശാഖപട്ടണം അടക്കമുള്ള IIMകളിൽ നടത്തപ്പെടുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫെലോ ഡോക്ടറേറ്റ് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള ആദ്യ കടമ്പയായ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് CAT 2025 ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. CAT 2025 ആഗസ്റ്റ് 1 മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. 2025 സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മണി വരെ നമുക്ക് ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 5 മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2025 നവംബർ 30 3 സെഷനുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. 2600 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 1300 രൂപ മതി. നമ്മൾ എത്ര സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി. അടുത്തതായി നമുക്ക് CAT 2025 പ്രവേശന യോഗ്യത എന്താണെന്ന് നോക്കാം. 50% മാർക്കോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് CATന് അപേക്ഷിക്കാവുന്നതാണ്. അതേസമയം SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതി. അതുപോലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും CAT 2025 അപേക്ഷിക്കാവുന്നതാണ്. ഈ യോഗ്യതകൾക്ക് പുറമെ നിശ്ചിത മാർക്കുള്ള പ്രൊഫഷണൽ ഡിഗ്രികളായ CA, CS, ICWA ഓർ CMA, അതുപോലെ ആക്ച്വറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗത്വമുള്ളവർക്കും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. 120 മിനിറ്റ് ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പ്രവേശന പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. ഈ ടെസ്റ്റിനെ 3 സെക്ഷൻസായി തരംതിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 1 വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, സെക്ഷൻ 2 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ്, സെക്ഷൻ 3 ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. ഓരോ സെക്ഷനും അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 40 മിനിറ്റ് വീതമാണ്. ഈ എക്സാം ഫോർമാറ്റ് മനസ്സിലാക്കുന്നതിനായി ഒരു മോക്ക് എക്സാം നമ്മുടെ CAT വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എക്സാമിന് അപേക്ഷിക്കേണ്ടത്. IIMകൾക്ക് പുറമെ ഇന്ത്യയിലെ മറ്റ് പല സ്ഥാപനങ്ങളിലെയും പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായി CAT സ്കോർ പരിഗണിക്കാറുണ്ട്. ഇത്തരത്തിൽ പ്രവേശനത്തിനായി CAT സ്കോർ പരിഗണിക്കുന്ന മറ്റു സ്ഥാപനങ്ങളുടെ ലിസ്റ്റും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് IIMനാണ് ഇപ്രാവശ്യത്തെ CAT എക്സാമിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. നവംബർ 30 നടക്കുന്ന എക്സാമിന് ഇന്ത്യയിലാകെ 170 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഇവയിൽ 5 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. IIMCAT.ac.in എന്ന ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എക്സാമിന് അപേക്ഷിക്കേണ്ടത്. ഇന്ത്യയിലെ 21 IIMകളുടെയും വെബ്സൈറ്റ് ലിങ്ക് ഈ പേജിൽ നൽകിയിട്ടുണ്ട്. ഓരോ IIMകളുടെയും വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടെയുള്ള പ്രോഗ്രാമുകളെക്കുറിച്ചും അവരുടെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായി CAT എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ടാബ് ഉപയോഗിച്ചും അതിനുശേഷം രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് ലോഗിൻ ചെയ്യാനായി ഈ ലോഗിൻ ടാബും ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എല്ലാം നമ്മുടെ ഈ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ CAT 2025 ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, പ്രസ് റിലീസ്, സെലക്ഷൻ പ്രോസസ് ഓഫ് IIMs എല്ലാം നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. CAT 2025 രജിസ്ട്രേഷന് സഹായിക്കുന്ന ഒരു രജിസ്ട്രേഷൻ ഗൈഡും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു രജിസ്ട്രേഷൻ ഗൈഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ സമർപ്പിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളും ഈ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ CAT 2025 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഓരോ IIMകളിലും നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓരോ IIMകളിലെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും അതുപോലെ ഫെലോ പ്രോഗ്രാമുകളുമെല്ലാം ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വിശദമായി നൽകിയിട്ടുണ്ട്. ഈ 21 IIMകൾക്ക് പുറമെ ഇന്ത്യയിലെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസും കാറ്റ് സ്കോർ അവരുടെ പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുന്നുണ്ട്. ആ നോൺ IIM മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസും ഈ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും കാറ്റ് സ്കോർ പരിഗണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഡൽഹി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ജഗൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതുപോലെ ഹരിയാന മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹി IILM ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, മഹാരാഷ്ട്ര ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. ഇതുപോലെ ഓരോ സ്റ്റേറ്റിലും കാറ്റ് സ്കോർ പരിഗണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫർമേഷൻസ് ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ താഴെ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും വെബ്സൈറ്റുകളുടെ ലിങ്കും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് പഠനത്തിനായി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യ കടമ്പയാണ് ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചത്. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.